അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, നമ്മൾ നമ്മുടെ ക്ലാസ്സിൻ്റെ 40ാമത്തെ ചാപ്റ്ററിലേക്ക് പ്രവേശിക്കുകയാണ്. നമ്മുടെ ക്ലാസ് തുടങ്ങി ഒരു നാഴികക്കല്ല് പിന്നിടുകയാണ്. 40ാമത്തെ ക്ലാസ്സിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു കാര്യം ചെയ്യുകയല്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. നേരത്തെ പഠിച്ച ആണ് ആകുന്നു എന്നൊക്കെ പറഞ്ഞതിൻ്റെ ഒരു നെഗറ്റീവ് ഫോം. അതിന് നമ്മൾ ഉദാഹരണത്തിന് ഇപ്പം ഞാൻ ഡ്രൈവ് ചെയ്യുകയല്ല, ഞാൻ പഠിപ്പിക്കുകയല്ല, ഞാൻ ഓടുകയല്ല. ഇപ്പം ഞാൻ ഓടുകയല്ല എന്ന് നമ്മൾ പറയേണ്ടത് എങ്ങനെയാണ് എന്നുള്ളതാണ്. അത് പറയേണ്ടത് ഫസ്റ്റ് സബ്ജക്റ്റ് അത് ഏതോ എങ്കിൽ അത് നമ്മൾ ആദ്യം ഉപയോഗിക്കുക. അതിനുശേഷം ആം, ഈസ്, ആർ എന്നിവയെ നോട്ട് ചേർത്ത് ആമിൻറ്റ്, ഈസിൻറ്റ്, ആറിൻറ്റ് എന്നിവയിൽ ഏതെങ്കിലും ഒന്ന് മധ്യത്തിൽ ചേർക്കുക. അതിനുശേഷം വെർബ് പ്ലസ് ING. ഇതാണ് നമ്മുടെ വാക്യഘടന എന്ന് പറയുന്നത്. ഫസ്റ്റ് സബ്ജക്റ്റ്, അതിനുശേഷം ആമിൻറ്റ്, ഈസിൻറ്റ് അല്ലെങ്കിൽ ആറിൻറ്റ്, ഇതിലേതെങ്കിലും ഒന്ന്, അതിനുശേഷം വെർബ് പ്ലസ് ING. ഇതാണ് നമ്മൾ ഈ ഒരു പാഠത്തിന് വേണ്ടി ചേർത്ത് കൊടുക്കേണ്ടത്. അതിനുശേഷം നമുക്ക് ഉദാഹരണങ്ങൾ ഇതുപോലെ ഉണ്ടാക്കാം. ഐ എം നോട്ട് ഡ്രൈവിങ്, ഐ എം ഇൻ ഡ്രൈവിങ്. ഞാനിപ്പോൾ ഡ്രൈവ് ചെയ്യുകയല്ല, ഞാനിപ്പോൾ നിന്നോട് സംസാരിക്കുകയല്ല. ഐ എം ഇൻ സ്പീക്കിംഗ് ടു യു, ഞാനിപ്പോൾ നിന്നോട് സംസാരിക്കുകയല്ല. ഐ എം ഇൻ കോളിംഗ്, ഞാൻ വിളിക്കുകയല്ല. ഐ എം ഇൻ ഡ്രൈവിങ്, ഞാൻ ഡ്രൈവ് ചെയ്യുകയല്ല. ഐ എം ഇൻ സ്വിമ്മിങ്, ഞാൻ നീന്തുകയല്ല. അപ്പോൾ ഞാൻ ഒരു കാര്യം ചെയ്യുകയല്ല, ഇപ്പോൾ ഞാനത് ചെയ്യുകയല്ല എന്ന് അർത്ഥം വരുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രയോഗമാണ് ഈ സെൻറ്റൻസ്. അപ്പോൾ ഇതിൻ്റെ ചില ഉദാഹരണങ്ങളിലേക്ക് നമുക്ക് നോക്കാം. ഐ ആം ഇൻ ഡ്രൈവിങ്, ഞാൻ ഡ്രൈവ് ചെയ്യുകയല്ല. ഫസ്റ്റ് ഐ കൊടുത്തു, അതിനുശേഷം ഐ ആയതുകൊണ്ട് ആം ഇൻറ്റ് എന്ന് മധ്യത്തിൽ ചേർത്ത് കൊടുത്തു. അതിനുശേഷം വെർബ് പ്ലസ് ING, ഡ്രൈവ് എന്ന വെർബ്, അതിനുശേഷം ING കൂട്ടിയിട്ട് ഡ്രൈവിങ്. അപ്പോൾ ഐ ആം ഇൻ ഡ്രൈവിങ്, ഞാനിപ്പോൾ ഡ്രൈവ് ചെയ്യുകയല്ല. ഞാൻ നിൻ്റെ കാർ ഡ്രൈവ് ചെയ്യുകയല്ല. ഐ ആം ഇൻ ഡ്രൈവിങ് യുവർ കാർ, ഞാൻ അവളുടെ കാർ ഡ്രൈവ് ചെയ്യുകയല്ല. ഐ ആം ഇൻ ഡ്രൈവിങ് ഹെർ കാർ, എൻ്റെ കാർ ഡ്രൈവ് ചെയ്യുകയല്ല. ഐ ആം ഇൻ ഡ്രൈവിങ് മൈ കാർ. ഇങ്ങനെയാണ് നമ്മൾ അതിനെ പറയേണ്ടത്. അതിനുശേഷം മറ്റൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഷീസ് ഇൻ സ്പീക്കിംഗ്. ഐ ഒഴികെയുള്ള മുഴുവൻ ഏകവചനങ്ങളുടെയും മധ്യത്തിൽ നമ്മൾ അല്ല എന്ന് അർത്ഥം കിട്ടുന്നതിന് വേണ്ടി ഈസിൻ്റെ ആണ് വെക്കേണ്ടത്. ഷീസ് ഇൻ സ്പീക്കിംഗ്, അവൾ സംസാരിക്കുകയല്ല, അവൾ പഠിപ്പിക്കുകയല്ല. ഷീസ് ഇൻ ടീച്ചിങ്, അവൾ അവളുടെ വീട്ടിലേക്ക് ഓടുകയല്ല. ഷീസ് ഇൻ റണ്ണിങ് ടു ഹെർ ഹൗസ്, അവൾ അവളുടെ വീട്ടിലേക്ക് ഓടുകയല്ല. അവൾ അവളുടെ വീട്ടിലേക്ക് പോവുകയല്ല. ഷീസ് ഇൻ ഗോയിങ് ടു ഹെർ ഹൗസ്. ഇങ്ങനെയാണ് നമ്മൾ അതിനെ പറയേണ്ടത്. ഫസ്റ്റ് ഷീ എന്നുള്ള സബ്ജക്റ്റ്, അതിനുശേഷം ഈസിൻറ്റ് എന്നുള്ള ആ ഒരു ഓക്സിലറി വിത്ത് നോട്ട് മധ്യത്തിൽ ചേർക്കുന്നു. അതിനുശേഷം വെർബ് പ്ലസ് ING. ഇത് ഇപ്രകാരം തന്നെയാണ് ഐ യു ഒഴികെയുള്ള ഏത് ഏകവചനമാണെങ്കിലും അതിൻ്റെ മധ്യത്തിൽ ഈസിൻറ്റ് തന്നെയാണ് നാം ചേർത്ത് കൊടുക്കേണ്ടത്. ഹീസ് ഇൻ ഗോയിങ് ടു ഹിസ് ഹൗസ്, അവൻ അവൻ്റെ വീട്ടിലേക്ക് പോവുകയല്ല. അവൻ അവൻ്റെ വീട്ടിൽ നിന്ന് വരികയല്ല, ഇപ്പോൾ അവൻ അവൻ്റെ വീട്ടിൽ നിന്ന് വരികയല്ല. ഹീസ് ഇൻ കമ്മിങ് ഫ്രം ഹിസ് ഹൗസ്, ഹി ഈസ് ഇൻ കമ്മിങ് ഫ്രം ഹിസ് ഹൗസ്, അവൻ അവൻ്റെ വീട്ടിൽ നിന്ന് വരികയല്ല. ഇങ്ങനെയാണ് നമ്മളതിനെ പറയേണ്ടത്. അപ്രകാരം തന്നെ സഹോദരൻ അവൻ്റെ ഓഫീസിൽ നിന്ന് വരികയല്ല. ബ്രദർ ഈസ് ഇൻ കമ്മിങ് ഫ്രം ഹിസ് ഓഫീസ്. നിൻ്റെ സഹോദരൻ എന്നാണെങ്കിലോ ഫസ്റ്റ് നമുക്ക് യുവർ ബ്രദർ എന്ന് ചേർത്ത് കൊടുക്കാം. യുവർ ബ്രദർ ഈസ് ഇൻ കമ്മിങ് ഫ്രം ഹിസ് ഓഫീസ്, നിൻ്റെ സഹോദരൻ അവൻ്റെ ഓഫീസിൽ നിന്ന് വരികയല്ല. യുവർ ബ്രദർ ഈസ് ഇൻ കമ്മിങ് ഫ്രം ഹിസ് ഓഫീസ്. നിൻ്റെ സഹോദരൻ അവൻ്റെ ഓഫീസിൽ നിന്ന് വരികയല്ല. നിൻ്റെ മകൻ അവൻ്റെ സ്കൂളിൽ നിന്ന് വരികയല്ല. യുവർ സൺ ഈസ് ഇൻ കമ്മിങ് ഫ്രം ഹിസ് സ്കൂൾ. യുവർ സൺ എന്ന് പറഞ്ഞാൽ നിൻ്റെ മകൻ, നമ്മൾ ഈസിൻ്റെ എന്ന് മധ്യത്തിൽ ചേർക്കുന്നു. യുവർ സൺ ഈസ് ഇൻ കമ്മിങ് ഫ്രം ഹിസ് സ്കൂൾ, നിൻ്റെ മകൻ അവൻ്റെ സ്കൂളിൽ നിന്ന് വരികയല്ല. അപ്പോൾ ഐ യു ഒഴികെയുള്ള ഏത് ഏകവചനവും അല്ല എന്നുള്ള അർത്ഥം കിട്ടുന്നതിന് വേണ്ടി ഈസിൻ്റെ ആണ് മധ്യത്തിൽ നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത്. അപ്രകാരം തന്നെ നമുക്ക് ആറിൻ്റെ എവിടെയാണ് ചേർക്കുക എന്ന് നോക്കാം. ദേ ആർ ഇൻ പ്ലേയിങ്, വി ആർ ഇൻ പ്ലേയിങ്, ബോയ്സ് ആർ ഇൻ പ്ലേയിങ്, ഗേൾസ് ആർ ഇൻ പ്ലേയിങ്, ഫാദർ ആൻഡ് മദർ ആർ ഇൻ കുക്കിംഗ്. മാതാവും പിതാവും കുക്ക് ചെയ്യുകയല്ല.
അപ്പോൾ രണ്ട് പേരുകൾ വെച്ചുകൊണ്ട് രണ്ട് പേരുകൾ, അതുപോലെ തന്നെ രണ്ട് സ്ഥാനപ്പേരുകൾ എന്നിവയൊക്കെ ബഹുവചനമായിട്ട് പരിഗണിക്കപ്പെടുന്നതിനാൽ അതിനുശേഷം ആറിൻ്റെ ആണ് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത്. അപ്രകാരം തന്നെ യു എന്നതിൻ്റെ ശേഷവും ആറിൻ്റെ ആണ്. നീ സ്കൂളിലേക്ക് പോവുകയല്ല, യു ആർ ഇൻ ഗോയിങ് ടു യുവർ സ്കൂൾ. നീ നിൻ്റെ സ്കൂളിലേക്ക് പോവുകയല്ല, നീ നിൻ്റെ ഓഫീസിലേക്ക് പോവുകയല്ല, യു ആർ ഇൻ ഗോയിങ് ടു യുവർ ഓഫീസ്. നീ നിൻ്റെ ടൗണിലേക്ക് പോവുകയല്ല, യു ആർ ഇൻ ഗോയിങ് ടു യുവർ ടൗൺ. നീ നിൻ്റെ ഷോപ്പിലേക്ക് പോവുകയല്ല, യു ആർ ഇൻ ഗോയിങ് ടു യുവർ ഷോപ്പ് എന്നിങ്ങനെയാണ് നമ്മൾ പറയേണ്ടത്. അപ്രകാരം തന്നെ ഏത് ബഹുവചനമാണെങ്കിലും ദേ, അവർ, ഇപ്പോൾ ദേ ആർ ഇൻ പ്ലേയിങ്, അവർ കളിക്കുകയല്ല. അവിടെ ആൺകുട്ടികൾ എന്നാണെങ്കിലോ ബോയ്സ് ആർ ഇൻ പ്ലേയിങ് ക്രിക്കറ്റ്, ആൺകുട്ടികൾ ക്രിക്കറ്റ് കളിക്കുകയല്ല. പെൺകുട്ടികൾ ഡാൻസ് ചെയ്യുകയല്ല, ഗേൾസ് ആർ ഇൻ ഡാൻസിങ്. ഫസ്റ്റ് സബ്ജക്റ്റ് വെക്കുന്നു, ആറിൻ്റെ മധ്യത്തിൽ വെക്കുന്നു, അതിനുശേഷം വെർബ് പ്ലസ് ING. അതാണ് നമ്മൾ ഈ പാഠത്തെ പൂർത്തീകരിക്കാൻ വേണ്ടി ചെയ്യേണ്ടത്. ഈ ഒരു വാക്യഘടനയെ പൂർത്തീകരിക്കാൻ വേണ്ടി നമ്മൾ ഇത്രയാണ് ചെയ്യേണ്ടത്. ഇപ്രകാരം തന്നെയാണ് ഏത് ബഹുവചനവും. അതുപോലെ തന്നെ യു എന്നതിനുമൊക്കെ നമ്മൾ അല്ല എന്ന് പറയുന്നതിന് വേണ്ടി ആറിൻ്റെ മധ്യത്തിൽ ചേർത്ത് കൊടുക്കുക എന്നുള്ള ആ ഒരു കാര്യമാണ് ചെയ്യേണ്ടത്. ഇതാണ് നമ്മൾ ഇന്ന് പഠിക്കുന്ന പാഠം. അതുകൊണ്ട് എല്ലാവരും ഇത് പ്രാക്ടീസ് ചെയ്ത് നല്ലവണ്ണം പ്രാക്ടീസ് ചെയ്യുകയും ധാരാളം ഉദാഹരണങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുക. എല്ലാവരും നല്ലവണ്ണം ശ്രദ്ധിച്ച് പഠിക്കുകയും ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. ഇതോടെ ഇന്നത്തെ ക്ലാസ് നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്.